ഒരാൾ ഒരു 10 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വീഴുകയാണെന്ന് സങ്കല്പിക്കുക. ആ വീണുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ വീഴ്ച സർവൈവ് ചെയ്യും. അന്ന് വീഴുന്നത് വലിയൊരു നെറ്റിലാണ്. ഓക്കെ. പക്ഷേ ആ വന്ന് വീഴുന്ന കുറേ സെക്കൻഡുകളിൽ അയാൾ എന്താണ് അനുഭവപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ മിനി വെർഷൻസ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ലിഫ്റ്റിൽ നിന്ന് താഴേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതേപോലെ തന്നെ ഒട്ടും ഭാരമില്ലാത്ത ഒരു സ്ഥലത്ത് സപ്പോസ് ശൂന്യാകാശത്ത് ഒരാൾ നിൽക്കുന്നു എന്ന് വിചാരിക്കാം. പെട്ടെന്ന് അയാളെ ഒരു റോക്കറ്റ് വന്നിട്ട് തള്ളി മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അത്യാവശ്യം വേഗത്തിൽ മുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കാം. ഒട്ടും ഭാരമില്ലാത്ത ഒരാളെ പെട്ടെന്ന് മുകളിലേക്ക് തള്ളിയാൽ അയാൾക്ക് എന്തായിരിക്കും അനുഭവപ്പെടുക? ഈ രണ്ട് സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ വ്യക്തി എവിടെയാണോ നിന്നിരുന്നത് അല്ലെങ്കിൽ അയാളുടെ പൊസിഷൻ എവിടെയായിരുന്നോ അവിടെ നിന്ന് അയാൾക്കൊരു സ്ഥാനചലനം അല്ലെങ്കിൽ അയാളുടെ പൊസിഷൻ ചേഞ്ച് ആവുകയാണ് എന്ന് നമുക്ക് പറയാം, അല്ലേ? പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, അവിടെ സ്ഥാനത്തോടൊപ്പം സമയവും മാറുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് സമയത്തെയും സ്ഥാനത്തെയും മനസ്സിലാക്കുന്നത് ഭൂമിയിലുള്ള ഓരോ ഏകകങ്ങൾ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ്. നിങ്ങളോട് ഒരാൾ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ ആ സ്ഥലം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് പറയും. കുറച്ചുകൂടി മാറി മറ്റൊരു സ്ഥലം കാണിച്ചാലും നമ്മൾ ചൂണ്ടിക്കാണിച്ച സ്ഥലവും പുതിയ സ്ഥലവും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ് എന്ന് നമ്മുടെ തലച്ചോറിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ലേ? അതൊരു വലിയ കാര്യമായിട്ട് പോലും നമുക്ക് തോന്നാറില്ല. പക്ഷേ സത്യത്തിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വീട്ടുപേരോ തെരുവിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു നഗരമോ പറഞ്ഞ സാധാരണഗതിയിൽ ആ ചോദ്യത്തിന് ഉത്തരവുണ്ടാവും. ഗൂഗിൾ മാപ്പിന് ഒരു കോർഡിനേറ്റ് വെച്ചും നമുക്കത് പറയാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ചോദ്യങ്ങളിൽ ഒന്നായിരിക്കും അത്. പക്ഷേ അത്ര എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒന്നല്ല ഇത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ് എന്ന് ചോദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. പക്ഷേ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ അതിന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മറ്റൊരു റിയാലിറ്റി കാണാൻ പറ്റും. ഈ ഒരു ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എവിടെയെങ്കിലും ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ സ്പേസിൽ അല്ലെങ്കിൽ ഈ ശൂന്യാകാശത്തിൽ എവിടെയൊക്കെയോ ആണ് എന്നതാണ്. ഇപ്പോൾ ഭൂമി ഒരു ശൂന്യാകാശത്ത് നിൽക്കുന്ന സാധനമാണല്ലോ. നമ്മൾ ഫോട്ടോകളിലൊക്കെ കാണുന്ന നക്ഷത്രങ്ങൾക്കും ഗാലക്സികൾക്കും ഇടയിലുള്ള ആ കൂരിരുട്ട് നിറഞ്ഞ ഔട്ടർ സ്പേസിനെ കുറിച്ചല്ല, വെറും സ്പേസ്. അതായത് ഇവിടെയെന്നും അവിടെയെന്നും രണ്ട് കാര്യങ്ങൾ നിലനിൽക്കാൻ കാരണമായിട്ടുള്ള ഒരടിസ്ഥാനം. ഒരേ സമയം എല്ലാ സ്ഥലത്തും ആയിരിക്കാതെ കൃത്യമായിട്ട് ഒരു സ്ഥലത്തു മാത്രമായിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു സാധനം. മിക്ക ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്താണ് ഈ സ്പേസ് എന്ന് ചിന്തിക്കാറ് പോലുമില്ല. കാരണം അത് അത്രത്തോളം നമ്മുടെ ജീവിതവുമായിട്ട് മെർജ് ചെയ്ത് കിടക്കുകയാണ്. പക്ഷേ വെള്ളത്തിൽ ജനിച്ചു വളരുന്ന ഒരു മീനിന് എങ്ങനെയാണോ വെള്ളം അദൃശ്യമായി തോന്നുന്നത്, അതുപോലെ തന്നെയാണ് നമുക്ക് സ്പേസും. ഒരിക്കലും വെള്ളത്തിൽ നിന്ന് പുറത്തു വരാത്ത ഒരു മീൻ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. എന്നാൽ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റെല്ലാ കാര്യങ്ങളും, മരിച്ച നക്ഷത്രത്തിന് ചുറ്റും ഗുരുത്വാകർഷണം പ്രകാശത്തെ വളയ്ക്കുന്നതും വളരെ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ സമയം പതുക്കെയാകുന്നതും പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാൻ പ്രപഞ്ചത്തിൽ എളുപ്പവഴികൾ ഉണ്ടായേക്കാം എന്ന ചിന്തയുമെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു അടിത്തറയ്ക്ക് മുകളിലാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. ഈ ഒരു ബേസിക്സ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ബാക്കി നമ്മൾ പഠിക്കുന്ന ഫിസിക്സ് മുഴുവൻ അർത്ഥമില്ലാത്തതായി മാറും. സോ സ്പേസ് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഫിസിക്സിന് 300-ലധികം വർഷങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നും ആ ഒരു അന്വേഷണം പൂർണ്ണമായിട്ടൊന്നും അവസാനിച്ചിട്ടില്ല. 17-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള 2 സയൻറ്റിസ്റ്റുകൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച് അവരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. 1.5 നൂറ്റാണ്ടിന് ശേഷം മൂന്നാമതൊരാൾ വന്ന് ഈ 2 പേരും പറഞ്ഞ കാര്യം ശരിയായിട്ടില്ല എന്ന് സ്ഥാപിച്ചു. പിന്നീട് 4-മതൊരാൾ വന്ന് അസാധ്യമായ കാര്യങ്ങൾ ചിന്തിച്ചുകൂട്ടി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വാദങ്ങളെയും എടുത്ത് കളഞ്ഞതിന് ശേഷം ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാധനം ഉടച്ചു വാർത്തു വെച്ചു. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് വലിയ ഫിസിക്സിൻ്റെ അറിവൊന്നും ആവശ്യമില്ല. കാണാനും തൊടാനും അനുഭവിക്കാനും പറ്റുന്ന സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്കിത് പടിപടിയായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഇതൊരു വലിയ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് കണക്കാക്കിക്കോളൂ. സാധാരണയായിട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് അതൊരു ഒന്നുമില്ലായ്മയാണ് എന്നാണ്. നമ്മൾ ഒരാൾക്കൊരു പന്ത് എറിഞ്ഞു കൊടുക്കുമ്പോൾ ആ പന്ത് സഞ്ചരിക്കുന്ന ആ ഒരു ശൂന്യമായിട്ടുള്ള അകലത്തെയാണ് നമ്മൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന സൂര്യപ്രകാശം നമ്മുടെ കണ്ണിലെടുക്കാൻ എടുക്കുന്ന 8 മിനിറ്റ് ഉണ്ടല്ലോ, ആ 8 മിനിറ്റിൽ ഭൂരിഭാഗം സമയവും പ്രകാശം യാത്ര ചെയ്തിരുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ സ്പേസ് എന്ന് പറയും. പ്രപഞ്ചത്തിലുള്ള എല്ലാ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എന്തിന് ഓരോ ചെറിയ ആറ്റങ്ങളെയും വരെ നമ്മളിവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ പിന്നെ ബാക്കിയുണ്ടാകുക
ഒന്നുമില്ലായ്മ മാത്രമായിരിക്കും എന്ന് നമുക്ക് തോന്നും. പക്ഷേ അവിടെയാണ് പ്രശ്നം. ഈ പറയുന്ന ഒന്നുമില്ലായ്മയ്ക്ക് സ്വന്തമായിട്ട് ചില സ്വഭാവങ്ങളുണ്ട്. അതിന് കൃത്യമായിട്ട് 3 ഡയമെൻഷനുകൾ വേണമെന്നുള്ള നിർബന്ധമുണ്ട്. 2 അല്ല, 11 അല്ല, കൃത്യം 3 ഡയമെൻഷനുകൾ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ഇതുവരെയും ആരും പൂർണ്ണമായിട്ടും വിശദീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ 2 ബിന്ദുക്കൾക്കിടയിലുള്ള ചില വഴികൾ മറ്റു വഴികളേക്കാൾ ചെറുതായിരിക്കാൻ ഈ സ്പേസിൽ അനുവാദമുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന സ്പേസിന് വളയാൻ സാധിക്കും എന്നുള്ളതാണ്. നന്നായിട്ട് വലിച്ചു കെട്ടിയൊരു ട്രാംപോളിൻ ഷീറ്റ് ആലോചിച്ച് നോക്കുക. അതിന് മുകളിലൂടെ ഒരു ഗോലി ഉരുട്ടി വിട്ടാൽ അത് നേർരേഖയിൽ സഞ്ചരിക്കും. കാരണം ആ പ്രതലത്തിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ അതിൻ്റെ നടുക്ക് ഭാഗത്ത് നല്ല ഭാരമുള്ള ഒരു ഇരുമ്പ് ബോൾ വെച്ചാൽ കഥ മാറുകയും ആ ഭാരം കാരണം ട്രാംപോളിൻ തുണി താഴേക്ക് കുഴിയുകയും അവിടെ ഒരു വക്രത അല്ലെങ്കിൽ കർവേച്ചർ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉരുട്ടിയ അതേ സ്ഥലത്ത് നിന്ന് അതേ വേഗതയിലും ഗോലി ഉരുട്ടി വിടുകയാണെങ്കിൽ ആ ഗോലി നേർരേഖയിലല്ല പോകുന്ന. ആ വലിയ ബോളിൻ്റെ ഭാരമുണ്ടാക്കിയ കുഴിയിലൂടെ അത് കർവേച്ചർ വക്രപാതയിലൂടെ കറങ്ങി 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 സെൻറ്ററിലേക്ക് പോകും. ഒരു ഫണലിലേക്ക് നാണയം ഇട്ടാൽ അത് ചുറ്റി ചുറ്റി താഴേക്ക് പോവില്ലേ? അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഒരു ചുഴി കാണുമ്പോൾ അതിൽ വരുന്ന മരക്കമ്പും മറ്റും കറങ്ങി കറങ്ങി സെൻറ്ററിലേക്ക് പോവില്ലേ? അതുപോലെ ഈ സാധനം ഇങ്ങനെ ചുറ്റി കറങ്ങും. ഇവിടെ ആ ഗോലി ആരും വശങ്ങളിലേക്ക് തള്ളിയിട്ടൊന്നുമില്ല. ആ ഗോലിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മാറിയത് അത് സഞ്ചരിക്കുന്ന പ്രതലത്തിൻ്റെ ആകൃതി മാത്രമാണ്. അപ്പോൾ മാസ് അഥവാ പിണ്ഡം 3D സ്പേസിനോട് ചെയ്യുന്നതും ഏകദേശം ഈ 2D സർഫസിൻ്റെ 3D വെർഷനാണ്. നല്ല തിക്കായിട്ടുള്ളൊരു വസ്തുവിനകത്തേക്ക് നമ്മൾ നല്ല ഭാരമുള്ള കാര്യം ഇറക്കുമ്പോൾ, സപ്പോസ് അലുവയോ അല്ലെങ്കിൽ ജെല്ലി ആയിട്ടുള്ള എന്തെങ്കിലും സാധനമോ നമ്മൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നല്ല കട്ടിയുള്ളൊരു സാധനം കുത്തി ഇറക്കുമ്പോൾ ആ കുത്തി ഇറക്കിയ ഭാഗത്തിന് ചുറ്റുമുണ്ടാകുന്ന ഒരു തള്ളൽ പോലെയാണ് ഈ വക്രത 3Dയിൽ അനുഭവപ്പെടുക. ഭാരമുള്ള വസ്തുക്കൾ അവയ്ക്ക് ചുറ്റുപാടുമുള്ള സ്പേസിനെ കുഴപ്പിച്ച് കളയും, അല്ലെങ്കിൽ അവയെ നന്നായിട്ട് വളച്ചെടുക്കുന്നു. ഈ വളഞ്ഞ സ്പേസിലൂടെ സഞ്ചരിക്കുന്ന വസ്തുക്കൾ ഇങ്ങനെ കറങ്ങി കറങ്ങി സഞ്ചരിക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കാണാത്ത ഏതോ ഒരു ശക്തി വന്ന് അവരെ പിടിച്ച് തള്ളുന്നൊന്നുമില്ല. അവർ സഞ്ചരിക്കുന്ന സ്പേസ് ഇപ്പോൾ പരന്നതല്ലാത്തതായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ബോൾ നമ്മൾ വയ്ക്കുമ്പോൾ കുഴി പോലെ കുഴിയാൻ കഴിയുന്ന ഒന്നുമില്ലായ്മ എന്നത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രോപ്പർട്ടിയുള്ള സ്പേസ്? മറ്റു വസ്തുക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വന്തമായി പ്രത്യേകതകളുള്ള, സ്വന്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണോ സ്പേസ്? അതോ ചുറ്റുപാടുമുള്ള വസ്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മാത്രമാണോ? ഫിസിക്സിലെ സയൻറ്റിസ്റ്റുകളും ഫിലോസഫേഴ്സും ഈ ഒരു ചോദ്യത്തെ ചൊല്ലി 300 വർഷത്തിലേറെയായിട്ട് തർക്കിക്കുന്നുണ്ട്. വളരെ ശരിയാണെന്ന് തോന്നുന്ന 2 വാദങ്ങൾ, പക്ഷേ അത് ഒരേ സമയം ശരിയാകാതെയും ഇരിക്കാം. ആദ്യമായിട്ട് ഈ തർക്കം ഉയർന്നു വന്നപ്പോൾ അത് 2 വലിയ മനുഷ്യരുടെ സൗഹൃദത്തെ ഇല്ലാതാക്കാൻ മാത്രം ശക്തമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിലൊരാളായിരുന്നു ഐസക് ന്യൂട്ടൻ. ഐസക് ന്യൂട്ടന് താൻ പറയുന്നത് തെറ്റാണെന്ന് മറ്റാരെങ്കിലും പറയുന്നത് തീരെ ഇഷ്ടമല്ല. കണ്ടെത്തലുകളെക്കുറിച്ച് അദ്ദേഹം വളരെ ശ്രദ്ധാലുവാണ്. മറ്റുള്ളവർ തങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുന്നത് പോലെയാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്തെ ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാളായിരുന്ന ഗോട്ട്ഫ്രീഡ് വിൽഹം ലൈബ്നിസ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ന്യൂട്ടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നിനെ എതിർത്തപ്പോൾ അതൊരു സാധാരണ അക്കാഡമിക് തർക്കമായി മാറിയില്ല, അതൊരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമായി മാറി. സോ എന്താണ് ആ തർക്കത്തിന് കാരണമെന്ന് ഞാൻ പറയാം. ന്യൂട്ടൻ്റെ വാദം എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് പോലെയുള്ള ഒന്നായിരുന്നു. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ എപ്പോഴും നമ്മൾ സംശയിക്കണമെന്ന് പറയും. ന്യൂട്ടൻ വാദിച്ചത് സ്പേസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണെന്നാണ്. അതായത് ഒരിക്കലും അനങ്ങാത്ത 3 ഡയമെൻഷനുകളുള്ള വളരെ വലിയൊരു പാത്രം പോലെയാണ്. അതിനുള്ളിൽ എന്തുണ്ട് എന്തില്ല എന്നത് സ്പേസിനെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു സാധാരണ വീട്ടിൽ ഒരു സാധാരണ മുറി ചിന്തിക്കുക. അവിടെ ഒരു കട്ടിലും മേശയും കുറേ പുസ്തകങ്ങളും ഒക്കെ ഉണ്ട്. ആ മുറിയിലെ മുഴുവൻ സാധനങ്ങളും നമ്മളെടുത്ത് പുറത്തു വെച്ചാലും ആ മുറി അവിടെ ഉണ്ടാവും. ഉള്ളിലുള്ള സാധനങ്ങൾ ഇല്ലാതാകുമ്പോൾ മുറി ഇല്ലാതാകുന്നില്ല, അതൊരു ശൂന്യമായിട്ടുള്ള മുറിയായിട്ട് അവിടെ തുടരും. അതിനൊരു തറയുണ്ട്, ചുവരുണ്ട്, ചുവരുകൾ തമ്മിൽ കൃത്യമായിട്ടുള്ള അകലമുണ്ട്. ഇതേ ലോജിക്ക് തന്നെയാണ് ന്യൂട്ടൻ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉപയോഗിച്ചത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എടുത്തങ്ങ് മാറ്റിക്കളഞ്ഞാലും സ്പേസ് അവിടെ തന്നെ ഉണ്ടാകും. അതിനെ യാഥാർത്ഥ്യമാക്കാൻ മറ്റ് ഫർണിച്ചറുകളുടെ ഒന്നും ആവശ്യമില്ലാത്ത അനന്തമായിട്ടുള്ളൊരു വലിയ ശൂന്യമായിട്ടുള്ള മുറിയായിട്ട് അത് എക്സിസ്റ്റ് ചെയ്യും. ഇതിനെയാണ് ന്യൂട്ടൻ അബ്സല്യൂട്ട് സ്പേസ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. എന്നാൽ ലെബിനിസ് ചിന്തിച്ചത് ഇത് വെറുതെ തെറ്റല്ല, മറിച്ച് തത്വശാസ്ത്രപരമായിട്ട് യാതൊരു മീനിങ്ങും ഇല്ലാത്ത വാദമാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി ആദ്യമായി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് തോന്നും. എന്നാൽ പതുക്കെ പതുക്കെ അത് ശരിയാണോ എന്ന് തോന്നുകയും ചെയ്യും. ഭക്ഷണം കഴിക്കുന്ന മേശയ്ക്ക് ചുറ്റും 2 മീറ്റർ അകലത്തിലിട്ടിരിക്കുന്ന 2 കസേരകൾ ഉദാഹരണമായിട്ട് എടുക്കാം. ഈ 2 കസേരകൾക്കിടയിൽ 2 മീറ്റർ സ്പേസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ കസേരകൾ രണ്ടും സ്പേസ് എന്ന് പേരുള്ള
വേറൊരു സാധനത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഒഴുകുകയാണ് എന്നല്ല. ഇതാണ് ലെബിനിസ് പറഞ്ഞത്. അത് ആ രണ്ട് കസേരകളെക്കുറിച്ചുള്ള ഒരു വസ്തുത മാത്രമാണ്, അവർ തമ്മിലുള്ളൊരു ബന്ധം അത്രമാത്രം. ന്യൂട്ടൻ്റെ വാദപ്രകാരം ആ കസേരകൾ അവിടെ നിന്ന് മാറ്റിയാലും ആ 2 മീറ്റർ വിടവ് അവിടെ തന്നെ കിടക്കും, വേറെ കസേരകൾ വരുന്നതും കാത്ത്. എന്നാൽ ലെബിനിസ് പറയുന്നത് ആ കസേരകൾ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ വിടവൊന്നുമില്ല. കാരണം ആ വിടവെന്ന് പറയുന്നത് 2 വസ്തുക്കൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ആ വസ്തുക്കൾ ഇല്ലാതായാൽ പിന്നെ ആ ബന്ധത്തിന് എക്സിസ്റ്റൻസ് ഇല്ല. ഇതേ ആശയം പ്രപഞ്ചം മുഴുവൻ പ്രയോഗിച്ച് നോക്കൂ. ന്യൂട്ടൻ്റെ പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാ വസ്തുക്കളും മാറ്റിയാൽ ശൂന്യമായിട്ടുള്ളൊരു മുറി പോലെ പ്രപഞ്ചം ബാക്കിയാവും. എന്നാൽ ലെബിനിസിൻ്റെ യൂണിവേഴ്സിൽ നിന്ന് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും ബാക്കിയാകില്ല. കാരണം അവിടെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വസ്തുക്കളില്ല. വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം മാത്രമാണ് സ്പേസ്. ഇതിനെയാണ് റിലേഷണൽ സ്പേസ് എന്ന് പൊതുവെ വിളിക്കുന്നത്. ഇടയിൽ എന്ന് നമ്മൾ പറയുന്ന വാക്കുപോലെയാണിത്. ബന്ധിപ്പിക്കാൻ 2 സാധനങ്ങളില്ലാതെ ഇടയിൽ എന്ന് പറയുന്ന വാക്കിന് വായുവിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. ആ 2 വാക്കിനും അവിടെ പ്രസക്തിയില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. അളക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർ 2 പേരും ഒരേ അഭിപ്രായക്കാരായിരുന്നു. ഒരേ ടവറിൽ നിന്ന് ഒരു പന്ത് താഴേക്കിട്ടാൽ അത് നേർരേഖയിൽ താഴേക്ക് വീഴും എന്ന് 2 പേരും സമ്മതിക്കും. ഒരു മുറിയിലെ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം അളന്നാൽ 2 പേർക്കും ഒരേ ഉത്തരമേ കിട്ടൂ. സ്പേസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലായിരുന്നില്ല അവരുടെ തർക്കം, മറിച്ച് അടിസ്ഥാനപരമായിട്ട് സ്പേസ് എന്തായിരുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ പരീക്ഷിച്ച് നോക്കുക വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കും ബുദ്ധിമുട്ടാണ്. 2 പേരും പറയുന്നതിന് ഒരേ റിസൾട്ട് വരുമ്പോൾ ഇതിലേതാണ് ശരി എന്നുള്ളത് ഒരു പരീക്ഷണം വഴി കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കൃത്യമായിട്ടുള്ളൊരു പരീക്ഷണം തൻ്റെ പക്കലുണ്ടെന്ന് ന്യൂട്ടൻ വിശ്വസിച്ചു. അതൊരു ബക്കറ്റ് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ബക്കറ്റ് പരീക്ഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പരിചിതമായിട്ടുള്ള മറ്റൊരു ചെറിയ കാര്യം കൂടി നോക്കാം. വേഗത്തിൽ പോകുന്നൊരു കാറ് പെട്ടെന്ന് വളവ് തിരിയുമ്പോൾ നമ്മൾ കാറിൻ്റെ ഡോറിൻ്റെ വശങ്ങളിലേക്ക് തള്ളപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? യഥാർത്ഥത്തിൽ ആരും നമ്മളെ അങ്ങോട്ട് തള്ളുന്നില്ല. നേർരേഖയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരം അതേ നേർരേഖയിൽ തന്നെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കാറ് വളയുമ്പോൾ കാറിനൊപ്പം വളയുന്ന ഡോറ് നമ്മുടെ ശരീരത്തിൽ വന്ന് അമരുന്നു എന്ന് പറയാം. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റെന്തെങ്കിലും തടസ്സം വരുന്നത് വരെ അതേ നേർരേഖയിൽ തന്നെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഫിസിക്സിലെ ഏറ്റവും പഴക്കമുള്ളതും വിശ്വസനീയവുമായിട്ടുള്ളൊരു നിയമമാണ്. അപ്പോൾ നമ്മളൊരു ബക്കറ്റ് വെള്ളം ഒരു കയറിൽ കെട്ടി ആ കയറിനെ ഇങ്ങനെ കറക്കി 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 ബക്കറ്റിനെ ഇങ്ങനെ കറക്കി കറക്കി വെച്ചിട്ട് വിട്ടുകൊടുത്താൽ ബക്കറ്റ് പിന്നെ തിരിയാൻ തുടങ്ങും. തിരിയുമ്പോൾ വെള്ളവും തിരിയും. അപ്പോൾ വെള്ളം അതിൻ്റെ പാത്രത്തിൻ്റെ വശങ്ങളിലേക്ക് കറങ്ങി കറങ്ങി ചുഴി പോലെ ഉയർന്നു വരുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഇനി നമുക്ക് ന്യൂട്ടൻ്റെ പരീക്ഷണത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞ പോലെ ഒരു കയറിൽ ഒരു ബക്കറ്റ് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. അതിൽ പകുതിയോളം വെള്ളമുണ്ട്. ആ കയർ നന്നായി പിരിച്ചെടുക്കുക. അങ്ങനെ പിരിച്ച് നമ്മൾ അതിന് താങ്ങാൻ പറ്റുന്നതിൻ്റെ പരമാവധി ആക്കിയിട്ട് വിട്ടുകൊടുക്കുന്നു. ആദ്യത്തെ നിമിഷം ബക്കറ്റ് അതിവേഗത്തിൽ കറങ്ങാൻ തുടങ്ങും. പക്ഷേ അതിനുള്ളിലെ വെള്ളം അനങ്ങില്ല. അത് കറക്കത്തിലേക്ക് എത്തിയിട്ടില്ല. ബക്കറ്റിൻ്റെ വശങ്ങളുമായിട്ടുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷൻ വെള്ളത്തെ അപ്പോൾ വലിച്ചിഴയ്ക്കുന്നില്ല. അതുകൊണ്ട് ബക്കറ്റ് താഴെ കിടന്ന് വട്ടം കറങ്ങുമ്പോഴും വെള്ളത്തിൻ്റെ സർഫസിന് യാതൊരു അനക്കവും ഉണ്ടാവില്ല. പക്ഷേ പതുക്കെ അത് വശങ്ങളിലുള്ള ഉരയിൽ കാരണം വെള്ളവും ബക്കറ്റിൻ്റെ കൂടെ കറങ്ങാൻ തുടങ്ങും. അങ്ങനെ വെള്ളം വട്ടം കറങ്ങാൻ തുടങ്ങുമ്പോൾ അതിലെ ഓരോ തുള്ളിയും നേരത്തെ കാറിൽ പോയ ആളെ പോലെ നേർരേഖയിൽ പോകാൻ ശ്രമിക്കും. പക്ഷേ ബക്കറ്റിൻ്റെ വളഞ്ഞ ഭിത്തികൾ അവയെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചുവിടും. ഇതിൻ്റെ റിസൾട്ടാണ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത്. പരന്നു കിടന്നിരുന്ന വെള്ളം വളയാൻ തുടങ്ങും, വശങ്ങളിലേക്ക് ഉയർന്നു വരും, നടുക്ക് കുഴിയുണ്ടാവും. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ന്യൂട്ടൺ ശ്രദ്ധിച്ച കാര്യം മറ്റൊന്നായിരുന്നു. അദ്ദേഹം സ്വയം ഒരു ചോദ്യം ചോദിച്ചു. വെള്ളത്തിൻ്റെ സർഫസ് വളഞ്ഞ ആ നിമിഷത്തിൽ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ആ വെള്ളം കറങ്ങിക്കൊണ്ടിരുന്നത്? ഇതിൻ്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. തുടക്കത്തിൽ ബക്കറ്റ് കറങ്ങുന്നുണ്ട്, പക്ഷേ വെള്ളം കറങ്ങുന്നില്ല. ബക്കറ്റും വെള്ളവും തമ്മിൽ കൃത്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഉപരിതലം പരന്നാണിരിക്കുന്നത്. പിന്നീട് ഘർഷണം കാരണം വെള്ളവും ബക്കറ്റും ഒരേ വേഗതയിൽ ഒരുമിച്ച് കറങ്ങാൻ തുടങ്ങുന്നു. ഇപ്പോൾ അവർക്കിടയിൽ വേഗതയുടെ ഒരു വ്യത്യാസവും ഇല്ല, പക്ഷേ ഉപരിതലം വളഞ്ഞിട്ടുണ്ട്. ചലനം എന്നത് കേവലം റിലേഷണൽ ആണെങ്കിൽ, അതായത് അടുത്തുള്ള ഒരു വസ്തുവിനെ അപേക്ഷിച്ച് മറ്റൊന്ന് ചലിക്കുന്നത് മാത്രമാണ് മോഷൻ അല്ലെങ്കിൽ ചലനം എന്ന് വിളിക്കുന്നതെങ്കിൽ ഇതിന് യാതൊരു അർത്ഥവുമില്ല. വെള്ളവും ബക്കറ്റും തമ്മിലുള്ള ബന്ധം ഈ പരീക്ഷണത്തിൽ നേരെ തിരിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ വെള്ളം വളയുന്നത് ആ മാറ്റത്തെ അടിസ്ഥാനമാക്കിയല്ല, അത് വേറെ എന്തിനെയോ ബേസ് ചെയ്താണ്. ആ അടിസ്ഥാനം നമ്മളീ കാണുന്ന ബക്കറ്റല്ല. ന്യൂട്ടൻ ഇതിനൊരു ഉത്തരം കണ്ടെത്തി. വെള്ളം വളയുന്നത് അത് സ്പേസിനെ അടിസ്ഥാനമാക്കി കറങ്ങുന്നത് കൊണ്ടാണ്, അല്ലാതെ ബക്കറ്റിനെയോ ചുറ്റുമുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളെയോ അടിസ്ഥാനമാക്കിയല്ല. ഈ പ്രപഞ്ചം മുഴുവൻ സ്ഥിതി ചെയ്യുന്ന ഒട്ടും അനങ്ങാത്ത അബ്സല്യൂട്ടായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയാണ് വെള്ളം കറങ്ങുന്നത്. അബ്സല്യൂട്ട് സ്പേസ് റിയൽ ആണെന്ന് കാണിക്കാനുള്ള നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു പരീക്ഷണമായിരുന്നു ആ ബക്കറ്റ് എന്ന് ന്യൂട്ടൻ വിശദീകരിച്ചു.
കാരണം അടുത്തുള്ള വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം വെച്ച് വിശദീകരിക്കാൻ കഴിയാത്തൊരു മാറ്റം സ്പേസിനെ അടിസ്ഥാനമാക്കി കറങ്ങിയപ്പോൾ ഉണ്ടായി. ഈ വാദം അവിടെയുള്ള എല്ലാവരെയും സമ്മതിപ്പിച്ചു എന്ന് മാത്രമല്ല, അടുത്ത ഏകദേശം 200 വർഷത്തോളം ഇതിനെ ആരും ചോദ്യം ചെയ്തില്ല. പക്ഷേ അതിലൊരു വലിയ പഴുതുണ്ടായിരുന്നു. അബ്സല്യൂട്ട് സ്പേസിനെ അടിസ്ഥാനമാക്കിയാണ് വെള്ളം കറങ്ങുന്നതെങ്കിൽ എവിടെയാണ് ഈ സ്പേസ്? അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, കൈകൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, ഒരു സ്കെയിൽ വെച്ച് അളക്കാനും കഴിയില്ല. കാണാനോ അളക്കാനോ കഴിയാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് വിശ്വസിക്കാൻ ന്യൂട്ടൺ ആളുകളോട് വെറുതെ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു മാറ്റത്തെ ഒരു അദൃശ്യമായ സംഗതി വെച്ച് വിശദീകരിക്കുകയും ചെയ്തു. അതായത് ഒരു രഹസ്യം ചുരുളഴിക്കാൻ ഒരിക്കലും പരീക്ഷിച്ചറിയാൻ കഴിയാത്ത മറ്റൊരു രഹസ്യം അദ്ദേഹം ഉണ്ടാക്കി വെച്ചു. ആരെങ്കിലും എപ്പോഴെങ്കിലും ആ വാദം പൊളിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. 200 വർഷം അല്ലെങ്കിൽ 2 നൂറ്റാണ്ടുകൾ എടുത്തു അതിനെ ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഏണസ്റ്റ് മാക്ക്. ഒരു ജെറ്റ് വിമാനം മാക്ക് 1 വേഗത കടന്നു എന്ന് കേട്ടിട്ടുള്ളത് നമുക്കറിയാമെങ്കിലും എവിടെ നിന്നാണ് ഈ മാക്ക് നമ്പർ എന്നുള്ള പേര് വന്നതെന്ന് അറിയില്ല. സോ ഇവിടെയാണ് നമ്മുടെ ഏണസ്റ്റ് മാക്ക് വരുന്നത്. ഒരു കാര്യത്തിൽ മാക്ക് ന്യൂട്ടനോട് യോജിച്ചിരുന്നു. കറങ്ങുന്ന വെള്ളം വളയാനും അനങ്ങാത്ത വെള്ളം പരന്നിരിക്കാനും എന്തോ ഒരു റീസൺ വേണം. പക്ഷേ ന്യൂട്ടൻ പറഞ്ഞ ആ ഒരു കാരണത്തെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം മാക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചു. വട്ടം കറങ്ങുന്ന ഒരാൾ തൻ്റെ കറക്കത്തെ മനസ്സിലാക്കുന്നത് അടുത്തുള്ളൊരു കസേരയോ ലൈറ്റോ നോക്കിയല്ല, മറിച്ച് മുറിയുടെ ദൂരെയുള്ള ചുവരുകൾ വട്ടം കറങ്ങുന്നത് കാണുമ്പോഴാണ്. അല്ലെങ്കിൽ ജനലിലൂടെ നോക്കുമ്പോൾ പുറത്തുള്ള ലോകം മുഴുവൻ വട്ടം ചുറ്റുന്നതായി തോന്നുമ്പോഴാണ് നമ്മൾ സ്വയം കറങ്ങുകയാണ് എന്നുള്ള ബോധം ഉണ്ടാവുക. കറങ്ങുന്നതിനിടയിൽ കണ്ണടച്ചാൽ ആ തോന്നൽ മിക്കവാറും ഇല്ലാണ്ടാകും. കാരണം ആ തോന്നൽ ഒരിക്കലും അടുത്തുള്ള ഒറ്റപ്പെട്ട വസ്തുക്കളെ അടിസ്ഥാനമാക്കിയല്ല ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ഒരു അനുഭവത്തെ ഏറ്റവും വലിയ ലെവലിൽ ചിന്തിക്കാനാണ് മാക്ക് ആവശ്യപ്പെടുന്നത്. ന്യൂട്ടൻ്റെ ബക്കറ്റിലെ വെള്ളം ശൂന്യമായ സ്പേസിനെ അടിസ്ഥാനമാക്കിയല്ല കറങ്ങുന്നതെങ്കിലോ? പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാത്തിനെയും അടിസ്ഥാനമാക്കിയാണ് അത് കറങ്ങുന്നതെങ്കിലോ? ഓരോ നക്ഷത്രങ്ങളും ഓരോ ഗാലക്സികളും ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തിലുള്ള മാസ് അല്ലെങ്കിൽ പിണ്ഡം. കറങ്ങുന്ന ഒരാൾക്ക് മുറിയുടെ ചുവരുകൾ എന്ത് അനുഭവമാണോ നൽകുന്നത്, അതേ റോൾ പ്രപഞ്ചം മുഴുവൻ പരന്നു കിടക്കുന്ന ഈ നക്ഷത്രങ്ങൾ ബക്കറ്റിലെ വെള്ളത്തിന് കൊടുക്കുന്നുണ്ടെങ്കിലോ? മാക്ക് തൻ്റെ ചിന്തകളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി. ബക്കറ്റും വെള്ളവും മാത്രം ബാക്കി വെച്ച് പ്രപഞ്ചത്തിലെ ബാക്കി എല്ലാ വസ്തുക്കളെയും എടുത്തു മാറ്റുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. ചുവരുകളില്ല, നക്ഷത്രങ്ങളില്ല, ഗാലക്സികളില്ല. ന്യൂട്ടൻ്റെ വാദപ്രകാരം അങ്ങനെ വന്നാലും കറക്കത്തിന് അർത്ഥമുണ്ട്. വെള്ളം അപ്പോഴും അബ്സല്യൂട്ട് സ്പേസിനെ അടിസ്ഥാനമാക്കി കറങ്ങുകയും അതിൻ്റെ ഉപരിതലം വളയുകയും ചെയ്യും. എന്നാൽ മാക്ക് പറയുന്നത് അവിടെ വളരെ വിചിത്രമായ ഒന്നാണ് സംഭവിക്കുക. അവിടെ കറക്കത്തിന് യാതൊരു അർത്ഥവും ഇല്ലാതാകും. കാരണം അടിസ്ഥാനമാക്കി കറങ്ങാൻ അവിടെ വേറെ യാതൊരു വസ്തുക്കളും ബാക്കിയില്ല. മറ്റു വസ്തുക്കളൊന്നുമില്ലാത്തൊരു പ്രപഞ്ചത്തിൽ ബക്കറ്റ് എത്ര വേഗത്തിൽ കറക്കിയാലും അതിലെ വെള്ളം ഒട്ടും വളയാതെ പരന്നു തന്നെ ഇരിക്കുമെന്ന് മാക്ക് വാദിച്ചു. കാരണം അവിടെ കറങ്ങുക എന്ന വാക്കിന് അർത്ഥമില്ലാതായിരിക്കുന്നു. ഇതിനെയാണ് മാക്സ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. മാക്ക് ഒരിക്കലും ഇതിനെ ഒരു പൂർണ്ണമായിട്ടുള്ള സിദ്ധാന്തമാക്കി മാറ്റിയില്ലെങ്കിലും ന്യൂട്ടൻ്റെ ബക്കറ്റ് കണ്ടതുകൊണ്ട് മാത്രം ആരും അബ്സല്യൂട്ട് സ്പേസ് അംഗീകരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. അവിടെ എന്തോ ഒന്നിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷേ അത് ശൂന്യമായ സ്പേസ് ആണോ അതോ പ്രപഞ്ചത്തിലെ മറ്റ് നക്ഷത്രങ്ങളാണോ എന്നത് വലിയൊരു ചോദ്യമായി മാറി. കാലക്രമേണ ഫിസിക്സ് ഇതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തിയെന്നും തോറ്റവർ പിന്മാറിയെന്നും പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ച മറ്റൊന്നാണ്. ഈ തർക്കം തന്നെ മറ്റൊരു രൂപത്തിലേക്ക് മാറി. സ്പേസിനെയും സമയത്തിനെയും രണ്ടും രണ്ടായി കാണുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മുടെ സാധാരണ ജീവിതം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരാളെ കാണാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ വെച്ച് കാണണം, എപ്പോൾ കാണണം എന്ന 2 കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. സ്പേസ് മാത്രമായോ സമയം മാത്രമായോ ഒന്നിനെയും പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ പറ്റില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന മറ്റാരേക്കാളും സീരിയസ് ആയിട്ട് അദ്ദേഹം ഈ ബന്ധത്തെ മനസ്സിലാക്കിയിരുന്നു. സ്പേസും ടൈമും ഒരിക്കലും 2 വ്യത്യസ്ത കാര്യങ്ങളായിരുന്നില്ല. അവ 4 ഡയമെൻഷനുകളുള്ള ഒരൊറ്റ ഘടനയുടെ 2 മുഖങ്ങളായിരുന്നു, അതായത് സ്പേസ് ടൈം. പിന്നീട് അദ്ദേഹം ജനറൽ റിലേറ്റിവിറ്റി രൂപപ്പെടുത്തി. അവിടെ സ്പേസ് ടൈം എന്നത് ന്യൂട്ടൻ പറഞ്ഞതുപോലെയുള്ള ഒട്ടും അനങ്ങാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല, അതൊരു ആക്റ്റീവായിട്ടുള്ള സംഭവമാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോലിയില്ലേ, ടാർപോളിനിട്ട ആ ഗോലി വെച്ച് നോക്കുമ്പോൾ അവിടെ കുഴിഞ്ഞിരിക്കുന്ന ട്രാപ്പോളിൻ പോലെയാണ്. പക്ഷേ ഇവിടെ ട്രാപ്പോളിൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പേസും ടൈമും കൊണ്ടാണ്. മാസും എനർജിയും വരുമ്പോൾ അത് വളയുകയും ആ വളവ് അതിലൂടെ സഞ്ചരിക്കുന്ന മാസിൻ്റെ പാത തീരുമാനിക്കുകയും ചെയ്യും. ഇത് പൂർണ്ണമായിട്ടും ന്യൂട്ടൻ്റെ വാദവുമല്ല, ലെബിനിസിൻ്റെ വാദവുമല്ല. ജനറൽ റിലേറ്റിവിറ്റിയിലെ സ്പേസ് ടൈമിന് സ്വന്തമായിട്ടുള്ള ഫിസിക്കൽ ക്വാളിറ്റീസ് ഉണ്ട്. അത് വളയുന്നു, എനർജി സംഭരിക്കുന്നു, ഗ്രാവിറ്റേഷണൽ വേവ്സിൻ്റെ അലകൾ സൃഷ്ടിക്കുന്നു. അതായത് 300 വർഷം നീണ്ട ആ തർക്കം അവസാനിച്ചില്ല. പകരം 2 പേരും ചിന്തിച്ചതിൽ നിന്ന് വിചിത്രമായിട്ടുള്ള മറ്റൊരു രൂപത്തിലേക്ക്
അത് മാറുകയാണ് ചെയ്തത്. പക്ഷേ ന്യൂട്ടൻ്റെയും ലെബിനിസിൻ്റെയും കാലത്ത് ഒരു ചിന്ത പോലും ഇല്ലാതിരുന്ന മറ്റൊരു വലിയ കോംപ്ലക്സിറ്റി വരാനിരിക്കുകയായിരുന്നു. അതാണ് ഈ അടിസ്ഥാന ചോദ്യത്തെ വീണ്ടും കുഴപ്പത്തിലാക്കിയത്. ന്യൂട്ടണും ലെബിനിസും ഒരേപോലെ വിശ്വസിച്ചിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. സ്പേസിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എല്ലാ കണങ്ങളെയും എടുത്തു മാറ്റിയാൽ അവിടെ യാതൊരു പ്രത്യേകതകളും ഇല്ലാത്ത പൂർണ്ണമായിട്ടുള്ളൊരു ശൂന്യത ബാക്കിയാകും എന്നുള്ളത്. 20-ാം നൂറ്റാണ്ടിലെ ക്വാണ്ടം ഫിസിക്സ് ഈ വിശ്വാസത്തെ പൂർണ്ണമായിട്ടും പൊളിച്ചെഴുതി. ഒരു കാന്തത്തിന് ചുറ്റും ഇരുമ്പ് പൊടികൾ വിതറിയാൽ അവ കാന്തത്തിന് ചുറ്റും വളഞ്ഞ വരകളായി അണിനിരക്കുന്നത് കാണാം. ആ ഇരുമ്പ് പൊടികൾ കാന്തത്തിന് ചുറ്റും മുൻപേ ഉണ്ടായിരുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിനെയാണ് കാണിച്ചു തരുന്നത്. അതായത് സോളിഡ് രൂപത്തിലുള്ള യാതൊന്നും ഇല്ലാതിരുന്നിട്ടും ആ കാന്തത്തിന് ചുറ്റുമുള്ള സ്പേസ് മുഴുവൻ ആ മാഗ്നറ്റിക് ഫീൽഡ് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ഇതുപോലെയുള്ള പലതരം ഫീൽഡുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഫിസിക്സ് പറയുന്നത്. ക്വാണ്ടം ഫീൽഡ് തിയറി പ്രകാരം ഈ പറയുന്ന ശൂന്യമായ സ്പേസ് എന്നത് ഇത്തരം ഫീൽഡുകളുടെ വിശ്രമിക്കുന്നൊരവസ്ഥ മാത്രമാണ്. അതിലും വിചിത്രമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫീൽഡുകൾ ഒരിക്കലും പൂർണ്ണമായും വിശ്രമിക്കുന്നില്ല. ഒരു കണിക പോലും ഇല്ലാത്ത പൂർണ്ണ ശൂന്യതയിൽ പോലും ഇവ തുടർച്ചയായി വളരെ നേരിയ തോതിൽ ഇളകിക്കൊണ്ടിരിക്കും. ഇതിനെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് എന്ന് വിളിക്കും. കാറ്റില്ലാത്ത തടാകത്തിലെ നേർത്ത ഇളക്കങ്ങൾ പോലെയാണ്. ഈ ഇളക്കത്തിന് യഥാർത്ഥ ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു തുറസായ സമുദ്രത്തിൽ എല്ലാ വലിപ്പത്തിലുമുള്ള തിരമാലകൾ നീങ്ങുന്നുണ്ടാകാം. എന്നാൽ അടുത്തടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന 2 ബോട്ടുകൾക്കിടയിലുള്ള ചെറിയ വിടവിലൂടെ ചെറിയ തിരമാലകൾക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റൂ. വെള്ളത്തിന് പകരം ക്വാണ്ടം ഫീൽഡുകൾ വെച്ച് ഇതേപോലെ ഒരു കാര്യം ശൂന്യതയിൽ വളരെ അടുത്ത് വച്ചിരിക്കുന്ന ചാർജില്ലാത്ത 2 മെറ്റൽ പ്ലേറ്റുകൾക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. ഈ പ്ലേറ്റുകൾക്കിടയിലെ ചെറിയ വിടവ് കാരണം പുറത്തുള്ള ശൂന്യമായ സ്പേസിൽ നടക്കുന്ന എല്ലാ ക്വാണ്ടം വേവ്സും ഈ വിടവിലൂടെ കടന്നു പോകണമെന്നില്ല. അവിടെ അസന്തുലിതാവസ്ഥ ഉണ്ടാകും. ഇതിൻ്റെ റിസൾട്ടായിട്ട് അവിടെ ഒരു യഥാർത്ഥ തള്ളൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചാർജുമില്ലാത്ത 2 പ്ലേറ്റുകൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നു. ശൂന്യമായ സ്പേസിൽ നിന്ന് തന്നെ വരുന്ന ഒരു വലിവ് അവയ്ക്ക് അനുഭവപ്പെടുന്നു എന്നർത്ഥം. ഇതിനെയാണ് കാസിമർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് വീണ്ടും പഴയ വാദത്തെ കുഴപ്പത്തിലാക്കി. സ്പേസ് ഒരിക്കലും ശൂന്യമല്ലെങ്കിൽ അവിടെ എല്ലായ്പ്പോഴും ഫീൽഡുകൾ ഉണ്ടെങ്കിൽ സ്പേസ് എന്നത് വെറും വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ മാറ്റങ്ങളില്ലാത്ത ശൂന്യമായ പാത്രമാണ് സ്പേസ് എന്ന വാദവും തെറ്റാണ്. കാരണം ആ ശൂന്യതയ്ക്ക് 2 മെറ്റൽ പ്ലേറ്റുകളെ വലിച്ചടുപ്പിക്കാനുള്ള കഴിവുണ്ട്. അതായത് സ്പേസ് എന്ന് പറയുന്നത് സ്വന്തമായി വിശ്രമമില്ലാത്ത ഒരു ക്വാണ്ടം സ്ട്രക്ചറാണ്. അതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ചർച്ചാ വിഷയമാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. ശൂന്യമായിട്ടുള്ള ഒരു മുറിയിൽ നിൽക്കുന്ന ഒരാൾക്ക് മുന്നിലേക്കോ പിന്നിലേക്കോ നടക്കാം. ഇടത്തോട്ടോ വലത്തോട്ടോ മാറാം. മുകളിലേക്കോ താഴേക്കോ ചാടുകയോ കുനിഞ്ഞിരിക്കുകയോ ചെയ്യാം. പരസ്പരം ബന്ധമില്ലാത്ത 3 ദിശകളാണ്. പ്രകൃതി വേറെ ഒരു ദിശയെ അനുവദിക്കുന്നില്ല. സ്പേസിന് 3 ഡയമെൻഷനുകൾ ഉണ്ടെന്ന് ഫിസിക്സിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്. ഇത് സ്പേഷ്യൽ ഡയമെൻഷൻസ് ആണ്. ഇത് സ്പേസ് എത്രത്തോളം വലുതാണ് എന്നതിനെക്കുറിച്ചല്ല. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാൻ കഴിയുന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു ദിശ മാത്രമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കൃത്യം 3 ദിശകൾ മാത്രം? ശാസ്ത്രലോകം മുഴുവൻ അംഗീകരിക്കുന്ന തൃപ്തികരമായിട്ടുള്ളൊരു ഉത്തരം ഇതിനില്ലെങ്കിലും ചില വാദങ്ങളുണ്ട്. ഒന്ന്, ഗുരുത്വാകർഷണം പോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വ്യാപിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ്. 3 ഡയമെൻഷൻസ് ഉള്ള അല്ലെങ്കിൽ മാനങ്ങളുള്ള സ്പേസിൽ ഇത് പുറത്തേക്ക് പടരുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു റേറ്റ് ഉണ്ട്. ഗ്രഹങ്ങൾ അവയുടെ നക്ഷത്രത്തിലേക്ക് പതിക്കാതെയോ അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് തെറിച്ചു പോകാതെയോ കോടിക്കണക്കിന് വർഷങ്ങൾ സ്ഥിരമായിട്ടുള്ള ഒരു പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കാൻ കാരണം ഈ കൃത്യമായിട്ടുള്ള റേറ്റാണ്. രണ്ടാമത്തെ വാദം ഒരു സിഗ്നൽ എത്രത്തോളം വ്യക്തമായി സഞ്ചരിക്കും എന്നതുമായി ബന്ധപ്പെട്ടതാണ്. വളരെ സങ്കീർണമായിട്ടുള്ള ജീവികളുടെ നാഡീവ്യൂഹങ്ങൾക്കും ആശയവിനിമയ സാങ്കേതിക വിദ്യകൾക്കും ആവശ്യമായ എക്കോ ഇല്ലാത്ത സിഗ്നലിൻ്റെ സഞ്ചാരം ഏറ്റവും നന്നായി നടക്കുന്നത് ഒറ്റ സംഖ്യയിലൂടെയുള്ള ഡയമെൻഷൻസിലൂടെയാണ് എന്നാണ് കാണുന്നത്. അതിൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 3ആണ്. ഇതൊരു പൂർണ്ണമായിട്ടുള്ള തെളിവല്ലെങ്കിലും ഇത് വളരെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. തിയററ്റിക്കൽ ഫിസിക്സിലെ സ്ട്രിംഗ് തിയറി പോലെയുള്ളവ മറ്റു പല ഡയമെൻഷനുകളിലും ഉണ്ടാകാം എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരിക്കലും തെളിയിക്കപ്പെടാത്ത വെറും അനുമാനങ്ങൾ മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷവും ആ പഴയ തർക്കത്തിൻ്റെ രൂപത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. സ്പേസ് എന്നത് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ഘടനയാണോ അതോ വസ്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളെ രേഖപ്പെടുത്താനുള്ള വെറും ഒരു കണക്ക് പുസ്തകം മാത്രമാണ്? ഐൻസ്റ്റീൻ ഇവരുടെ ആ പൂർത്തിയാകാത്ത തർക്കം ഏറ്റെടുത്ത് പൂർണ്ണമായും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി എഴുതി. പക്ഷേ ആ വലിയ മാറ്റം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതിനൊപ്പം നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചോദിച്ചത് എവിടെ എന്നതിനെ കുറിച്ചാണ്. പക്ഷേ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ചോദിക്കാൻ പോകുന്നത് എപ്പോഴെന്നാണ്. സത്യം പറഞ്ഞാൽ എപ്പോൾ എന്നത് ഇതിനേക്കാൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാത്തിരിക്കുക, നമ്മൾ അതിലേക്ക് കടക്കും.